Good morning students. Welcome to our physics class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി അല്ലേ 31 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 32 മുതൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 32? Which of the following rods, each made of the same material and whose ends are maintained at the same temperature, will conduct most heat? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻസിലുള്ള റോഡിലാണ് എന്ത് വരിക, മോർ കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് നടക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ് ഹീറ്റ് കണ്ടക്ഷൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? Q ഈക്വൽ ടു KA ഇൻറ്റു T1 മൈനസ് T2 ഇൻറ്റു T ഡിവൈഡഡ് ബൈ L. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലേ. ഈ ഇക്വേഷനിൽ നമുക്ക് എ എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഒരു റോഡിൻ്റെ കേസിൽ നമുക്കിങ്ങനെ എഴുതാം, K ഇൻറ്റു പൈ ആർ സ്ക്വയർ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L. ഇതാണ് ഹീറ്റ് കണ്ടക്ഷൻ കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂസൊക്കെ നമുക്ക് വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതാണ് R ഈക്വൽ ടു R0 അല്ലേ. നമുക്കറിയാം ഇവിടെ ആറും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ആര്? ഈ ക്യൂവും ആറും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എല്ലും ക്യൂവും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, കണ്ടക്ഷൻ ക്യൂ കൂടണമെങ്കിൽ ആറിൻ്റെ വാല്യൂ കൂടണം, എല്ലിൻ്റെ വാല്യൂ കുറയണം അല്ലേ. അപ്പോൾ ആറിൻ്റെ വാല്യൂ കൂടിയത് ഇതിലേതിലാണ്? ഇവിടെ R ഈക്വൽ ടു R0 ആണ്, ഇവിടെ R ഈക്വൽ ടു 2R0 ഉണ്ട്, ഇവിടെ R ഈക്വൽ ടു R0 ആണ്, R ഈക്വൽ ടു 2R0 ആണ് അല്ലേ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2R0 എന്ന് വരണം. അപ്പോൾ ബിയും ഡിയും അല്ലേ ആറിൻ്റെ വാല്യൂ മാക്സിമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എല്ലിൻ്റെ വാല്യൂ എന്തിലേക്ക് വരണം, മിനിമത്തിലേക്ക് വരണം. ഇവിടെ എല്ലിൻ്റെ വാല്യൂ L0 ആണ്, ഇവിടെ എല്ലിൻ്റെ വാല്യൂ 2L0 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ എല്ലിൻ്റെ വാല്യൂ കുറവും ആറിൻ്റെ വാല്യൂ കൂടുതലുള്ളത് ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി ആണ് അല്ലേ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ ആറിൻ്റെ വാല്യൂ 2R0 വരുന്നുണ്ട് അല്ലേ, എല്ലിൻ്റെ വാല്യൂ L0 മാത്രമാണ്. അപ്പോൾ Q എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം, Q പ്രപ്പോർഷണൽ ടു R സ്ക്വയർ ബൈ L ഇങ്ങനെയാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ Q എന്നത് R സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്, എല്ലിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ കുറയണം, ആറിൻ്റെ വാല്യൂ കൂടണം. അത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ലാംഡ എം ഡിനോട്ട്സ് ദി വേവ് ലെങ്ത് അല്ലേ, ലാംഡ എം ആണെന്ത്, വേവ് ലെങ്ത് at which the radiative emission from a black body at temperature T Kelvin is maximum, then അല്ലേ. ഇതിൽ ഏത് ഓപ്ഷനാണ്? ലാംഡ എമ്മും ടിയും തമ്മിൽ വരുന്നൊരു റിലേഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയാം. എന്താണ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ അല്ലേ? വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താണ്? ലാംഡ എം ഈസ് പ്രപ്പോർഷണൽ ടു 1/T അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അല്ലേ തന്നെയാണ് ലാംഡ എം പ്രപ്പോർഷണൽ ടു 1/T. ഇതിനെയാണ് നമ്മൾ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയാം. അപ്പോൾ ഈ ടിയെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ലാംഡ എം പ്രപ്പോർഷണൽ ടു T⁻⁻1 അല്ലേ. അപ്പോൾ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയുടെ ഇക്വേഷനിൽ നിന്ന് നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഇവിടെ T⁻⁴, ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് T അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, ലാംഡ എം ഈസ് പ്രപ്പോർഷണൽ ടു T⁻⁻1 അല്ലേ.
അപ്പോൾ നമ്മൾ ചെയ്ത കുറേ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഉപയോഗിച്ചത് വെറും 3 ഇക്വേഷൻസാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ. ഏതൊക്കെ ഇക്വേഷൻസാണ്? ഒന്ന് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമ്മൾ പല ഇക്വേഷനിലും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ആ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ലാംഡ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/T അല്ലെങ്കിൽ ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ പഠിച്ചതാണ് P ഈക്വൽ ടു റോ സിഗ്മ എ ടി റൈസ് ടു 4 എന്നത്. ഇത് ഏത് ലോ ആണ്? സ്റ്റീഫൻസ് ബോൾട്സ്മാൻസ് ലോയാണെന്ത് P ഈക്വൽ ടു സിഗ്മ എ ടി റൈസ് ടു 4 എന്നത്. പിന്നെ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ് Q ഈക്വൽ ടു അല്ലേ എന്താണ് കെ എ ഇൻറ്റു T1 മൈനസ് T2 ഇൻറ്റു T ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ അല്ലേ. ഈ ടിയെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? dQ/dt ഈക്വൽ ടു കെ എ ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ എൽ. പ്രധാനമായിട്ടും നമ്മൾ ഈ 3 ഇക്വേഷൻസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്ത പല ക്വസ്റ്റ്യൻസിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 34 അല്ലേ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ അറിയാം, എ കോമ്പൗണ്ട് സ്ലാബ് കൺസിസ്റ്റിംഗ് ഓഫ് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവിങ് ഈക്വൽ തിക്നെസ് ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റീസ് K ആൻഡ് 2K. നമുക്ക് എന്താ കാണേണ്ടത്? ഈക്വലൻ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി സ്ലാബാണ് കണ്ടെത്താൻ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ത്, 2 സ്ലാബുകളുടെ തെർമൽ കണ്ടക്ടിവിറ്റീസ് വെച്ചിട്ട് ഒരു പാരലൽ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ എഴുതാം, R ഈക്വൽ ടു R1 പ്ലസ് R2. ഇവിടെ R എന്ന് പറഞ്ഞാൽ L ഡിവൈഡഡ് ബൈ കെ എ കെ എഫക്റ്റീവ് മീൻസ് ടോട്ടൽ ഈക്വൽ ടു R1 L ഡിവൈഡഡ് ബൈ എ K1 പ്ലസ് L ഡിവൈഡഡ് ബൈ എ 2K അല്ലേ. ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് സെയിം ലെങ്ത് ആണെന്ന് നമ്മോട് ക്വസ്റ്റ്യൻ അല്ലേ. ഹാവിങ് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഹാവിങ് ഈക്വൽ തിക്നെസ് അല്ലേ. ഈക്വൽ തിക്നെസ് ഇവിടെ നമ്മൾ ഈ തിക്നെസ്സിന് നമ്മൾ ലെങ്ത് ആക്കി എടുക്കുന്നു. അപ്പോൾ L എല്ലാറ്റിലും സെയിം ആണ്. ഇവിടെ എ അല്ലേ, പിന്നെ ഇവിടെ K എഫക്റ്റീവ് എന്ന് ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി Kയും അടുത്ത തെർമൽ കണ്ടക്ടിവിറ്റി 2Kയുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലിനെയും എനെയും നമുക്ക് എന്ത് ചെയ്യാം? ഹാവിങ് ഈക്വൽ തിക്നെസ് ആണ്, സെയിം മെറ്റീരിയൽ ആണ് അല്ലേ. സോറി, 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവിങ് ഈക്വൽ തിക്നെസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലിനെയും ഈ എനെയും ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പിന്നെ ബാക്കി വരുന്നത് എന്താണ്? 1/K എഫക്റ്റീവ് ഈക്വൽ ടു 1/K പ്ലസ് 1/2K ഈക്വൽ ടു അല്ലേ. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 2Kനെ ഡിനോമിനേറ്ററിൽ എടുക്കാം, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2K പ്ലസ് K അല്ലേ, 2 പ്ലസ് അല്ലേ 3/2K എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 1/K എഫക്റ്റീവ് എത്രയാണ്? 3/2K. ഇവിടെ K ഉണ്ട്, ഇവിടെ 2K ഉണ്ട്. അപ്പോൾ നമ്മൾ 2K എന്ന് ഡിനോമിനേറ്ററിൽ എടുത്തു. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2K. അപ്പോൾ നമുക്കിതിൽ നിന്ന് K എഫക്റ്റീവ് കിട്ടും. അതായത് ടോട്ടൽ അല്ലേ, ടോട്ടൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2/3K എന്ന് നമുക്ക് ആൻസർ കിട്ടും. 2/3K അല്ലേ. ഇവിടെ സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ R ഈക്വൽ ടു R1 പ്ലസ് R2. ഇവിടെ R എന്ന് പറഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ R എഫക്റ്റീവ് എന്ന് കൊടുക്കാം. R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ L/A K എഫക്റ്റീവ്. K എഫക്റ്റീവ് മീൻസ് ടോട്ടൽ കണ്ടക്ടിവിറ്റി. R1 ആകുമ്പോൾ L/A K ആണ് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി. അടുത്തതിൻ്റെ 2K ആണ്. എല്ലാറ്റിലും സെയിം ഹാവിങ് ഈക്വൽ തിക്നെസ് എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലും എയും നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു, എല്ലോ സ്ഥലത്ത് ഒഴിവാക്കി. അപ്പോൾ 1/K എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1/K പ്ലസ് 1/2K. അപ്പോൾ അത് സോൾവ് ചെയ്താൽ 3/2K എന്ന് കിട്ടും അല്ലേ. ഇതിൽ നിന്ന് K എഫക്റ്റീവ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ നേരെ ഇതിൻ്റെ ആൻസറിനെ ഇതിന് നേരെ തിരിച്ചിട്ടാൽ നമുക്ക് 2/3K എന്ന് ആൻസർ കിട്ടും. 2/3K. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
ഓക്കെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഓഫ് സ്റ്റീഫൻ കോൺസ്റ്റൻറ്റ് ഈസ്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റീഫൻ കോൺസ്റ്റൻറ്റ്. സ്റ്റീഫൻസ് ബോൾസ്മാൻസ് ലോയിൽ നിന്ന് നമുക്ക് സ്റ്റീഫൻ കോൺസ്റ്റൻറ്റ് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ എന്ന് എഴുതാം. പി ഈക്വൽ ടു സിഗ്മ എ ടി റൈസ് ടു 4, അല്ലേ? ഇവിടെ സ്റ്റീഫൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. സിഗ്മ ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ എ ടി റൈസ് ടു 4, അല്ലേ? അപ്പോൾ സ്റ്റീഫൻ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടി. സിഗ്മ ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ എ ടി റൈസ് ടു 4. പി എന്ന് പറഞ്ഞാൽ പവറാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ഡിവൈഡഡ് ബൈ ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ, അതിൻ്റെ പവർ 4, അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റീഫൻ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? യൂണിറ്റ് ഓഫ് സ്റ്റീഫൻ കോൺസ്റ്റൻറ്റ് എന്താണ്? വാട്ട് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ഇൻറ്റു കെ റൈസ് ടു 4, അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ 2 റോഡ്സ് ഓഫ് സെയിം ലെങ്ത് ആൻഡ് ഡിഫറൻറ്റ് സ്പെസിഫിക് ഹീറ്റ് S1 S2, conductivities K1 K2 and area of cross section A1 A2, and both having temperatures T1 and T2 at their ends if the rate of loss of heat due to conduction is equal to, അല്ലേ? റേറ്റ് ഓഫ് ഹീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? 2 റോഡ്സ് ആണുള്ളത്. ഒന്നിൻ്റെത് Q1 കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെ എ ഇൻറ്റു T1 മൈനസ് T2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എൽ, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിം ലെങ്ത്ത് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എൽ എന്ന് തന്നെ കൊടുക്കാം. എൽ ഇത് K1, ഇത് A1, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ റോഡിൻ്റെത് Q2 ഈക്വൽ ടു K2 A2 T1 മൈനസ് T2, അത് രണ്ടും എന്താണ് നമ്മളോട് ടെമ്പറേച്ചേഴ്സ് T1 ആൻഡ് T2 അറ്റ് ദെയർ എൻഡ്സ് എന്ന് നമ്മളോട് പറഞ്ഞിട്ട് രണ്ടിൻ്റെയും T1 ആൻഡ് T2 ആണ്. ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ലെങ്ത്ത് സെയിം ആയതുകൊണ്ട് ലെങ്ത്തിന് നമ്മൾ എൽ, ഇവിടെയും ലെങ്ത്ത് എൽ, ഇവിടെയും ലെങ്ത്ത് എൽ എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇഫ് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡ്യൂ ടു കണ്ടക്ഷൻ ഈസ് ഈക്വൽ, അല്ലേ? റേറ്റ് ഓഫ് ഹീറ്റ് ഓഫ്, അല്ലേ? രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഹീറ്റ് ലോസുകൾ രണ്ടിലും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം Q1 ഈക്വൽ ടു Q2. ക്വസ്റ്റ്യനിൽ തന്നതാണ് Q1 ഈക്വൽ ടു Q2. ഈ വാല്യൂസ് കൊടുക്കാം. K1 A1 T1 മൈനസ് T2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എൽ ഈക്വൽ ടു K2 A2 T1 മൈനസ് T2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എൽ, അല്ലേ? ഇത് ക്യാൻസൽ ചെയ്യാം, അല്ലേ? പിന്നെ ബാക്കി എന്താണ് ബാക്കിയുള്ളത്? K1 A1 ഈക്വൽ ടു K2 A2. K1 A1 ഈക്വൽ ടു K2 A2. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. K1 A1 ഈക്വൽ ടു K2 A2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ മൂന്നും ചെയ്തത്, അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നല്ല എന്ത് ചെയ്യണം, നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ പഠിച്ച് നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 37. The question is, for a black body at temperature 727 degrees Celsius, its radiating power is 60 watt and the temperature of surrounding is 227 degrees Celsius. If the temperature of black body is changed to 1227 degrees Celsius, then its radiating power will be. അപ്പോൾ നമ്മൾ റേഡിയേറ്റിംഗ് പവർ കാണാൻ സ്റ്റീഫൻ ബോൾട്സ്മാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പി ഈക്വൽ ടു സിഗ്മ എ ടി റൈസ് ടു 4 എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് ടെമ്പറേച്ചറുകളാണ്. അതൊന്ന് ബോഡിയുടെ ടെമ്പറേച്ചറും
മറ്റൊന്ന് സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ. രണ്ടും തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ എ, രണ്ട് ടെമ്പറേച്ചറാണ്, ഒന്ന് ടിയും മറ്റൊന്ന് T0. അങ്ങനെ കിട്ടും. പി ഈക്വൽ ടു സിഗ്മ എ T⁴ മൈനസ് T⁴ അല്ലേ? ടി എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ടെമ്പറേച്ചർ, T0 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ടെമ്പറേച്ചറാണ്? സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ടി ഫസ്റ്റത്തെ കേസ് 1, രണ്ട് കേസുകളാണ്. ഒന്നാമത്തെ കേസിൽ ടി എത്രയാണ്? 727 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമുക്ക് കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 727 + 273 ഈക്വൽ ടു 1000 കെൽവിൻ എന്ന് കിട്ടും. ഇനി ഫസ്റ്റത്തെ കേസിൽ T0 എന്ന് പറഞ്ഞാൽ 227 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 227 + 273 ഈക്വൽ ടു 500 കെൽവിൻ എന്ന് കിട്ടി അല്ലേ? രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ടി എന്തായിട്ട് മാറും അല്ലേ? 1227 ഡിഗ്രി. 1227 + 273 ഈക്വൽ ടു 1500 കെൽവിൻ എന്ന് വരും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് രണ്ടും അല്ലേ? ടീൻ്റെത് 1000 കെൽവിനും അടുത്തത് T0യുടെ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ 500 കെൽവിനുമാണ് അല്ലേ? രണ്ടാമത്തെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ ഇതും അല്ലേ? ബോഡിയുടെ ടെമ്പറേച്ചർ ഇതും അല്ലേ? ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. അപ്പോൾ നമുക്ക് പവർ റേഡിയേറ്റഡ് കാണാം. പി ഈക്വൽ ടു ഫസ്റ്റത്തെ കേസിൽ എന്താ? പി ഈക്വൽ ടു പി എത്രയാണ്? ഫസ്റ്റത്തെ കേസിൽ പിയുടെ വാല്യൂ 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലേ 60 ഈക്വൽ ടു സിഗ്മ എ T⁴ 1000⁴ മൈനസ് 500⁴ എന്ന് കിട്ടി ഒന്നാമത്തെ കേസ് അല്ലേ? ഇനി രണ്ടാമത്തെ കേസിൽ ഉള്ള പവർ റേഡിയേറ്റിംഗ് ആണ് കാണുക. ടെമ്പറേച്ചർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള പവർ റേഡിയേറ്റിംഗ് ആണ് കാണേണ്ടത്. അത് നമുക്ക് P' എന്ന് കൊടുക്കും. സിഗ്മ എ 1500⁴ മൈനസ് 500⁴. അപ്പോൾ ഇത് ഫസ്റ്റത്തെ കേസ്, ഇത് സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസിൽ ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ പി ആണ്, പിക്ക് നമ്മൾ 60 എന്ന് കൊടുത്തു, ടിക്കും T0ക്കും വാല്യൂ കൊടുത്തു. രണ്ടാമത്തെ കേസിൽ പിക്ക് നമ്മൾ P' എന്ന് കൊടുത്തു. ഇതാണ് നമുക്ക് കാണേണ്ടത്. അതിന് ടിക്ക് 1500ഉം 500 T0ക്കും കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ P'/60 ഈക്വൽ ടു സിഗ്മ എ ഈ സിഗ്മ എയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് P' ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 60യെ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ P' ഈക്വൽ ടു 60 ഇൻറ്റു ഇതിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, P' ഈക്വൽ ടു 60 ഇൻറ്റു 1500⁴ മൈനസ് 500⁴ ഡിവൈഡഡ് ബൈ 1000⁴ മൈനസ് 500⁴. ഇത് നമ്മൾ എന്താ പറയുക, സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 320 വാട്ട് എന്നായിരിക്കും. നമുക്ക് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 320 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. 320 വാട്ട് എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ആദ്യം എന്ത് ചെയ്തു അല്ലേ?
ആദ്യം നമ്മൾ എന്ത് ചെയ്തു, പി കാണാൻ സ്റ്റീഫൻ ബോൾസ്മാൻ ഇക്വേഷൻ എഴുതി. അതിൽ ടിക്ക് നമ്മൾ ടി മൈനസ് ടി സീറോ എന്ന് എഴുതി അല്ലേ. ഒന്നാമത്തെ കേസിൽ ടിയും ടി സീറോയും കണ്ടു, രണ്ടാമത്തെ കേസിൽ ടിയും ടി സീറോയും നമ്മൾ കണ്ടെത്തി അല്ലേ. ഇതാണ് ഒന്നാമത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ്. എന്നിട്ട് ഒന്നാമത്തെ കേസിൽ ഇക്വേഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. രണ്ടാമത്തെ കേസിൽ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇക്വേഷൻ 2 കിട്ടി. ഈ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് 60യെ നമ്മൾ ക്രോസ് ഇപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 320 വാട്ട് എന്ന് ആൻസർ. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is best close to an ideal black body? ഈ 4 കേസുകൾ തന്നിട്ടുണ്ട്. ബ്ലാക്ക് ലാമ്പ്, cavity maintained at a constant temperature, platinum black, a lump of charcoal heated to high temperature. ഇതിൽ ഐഡിയൽ ബ്ലാക്ക് ബോഡി ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബോഡിയുടെ കേസിൽ ഈ ബ്ലാക്ക് ബോഡി എന്ത് ചെയ്യും, ഇറ്റ് അബ്സോർബ്സ് ആൾ റേഡിയേഷൻസ് അല്ലേ. എല്ലാ കളറിനെയും അബ്സോർബ് ചെയ്യുന്ന ബോഡിക്കാണ് നമ്മൾ എന്ത് പറയുക, ബ്ലാക്ക് ബോഡി എന്ന് പറയുക. കാരണം അവിടെ എന്താണ്, എല്ലാറ്റിനെയും അതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഐഡിയൽ ബ്ലാക്ക് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അതിനുള്ള റീസൺ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാവിറ്റി, ക്യാവിറ്റി മീൻസ് അതൊരു ഉള്ളിൽ ഒന്നുമില്ലാത്ത ഉള്ളു പൊള്ളയായ ഒരു സാധനമാണ് ക്യാവിറ്റി. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്യാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്തു. ഇങ്ങനെ ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് എന്ത് വന്നു അല്ലേ, ലൈറ്റ് വന്നു. ആ ലൈറ്റിനെ അത് അബ്സോർബ് ചെയ്യും, അതോടൊപ്പം തന്നെ ആ ലൈറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. ഈ ലൈറ്റിന് എന്ത് ചെയ്യുന്നു, അത് അബ്സോർബ് ചെയ്യുന്നു, അതോടൊപ്പം അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഓരോ അബ്സോർപ്ഷനും അല്ലെങ്കിൽ ഓരോ റിഫ്ലക്ഷൻ്റെ കേസിലും ഏകദേശം ഒരു 96% റേഡിയേഷൻസിനെ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഏതാണ്, ക്യാവിറ്റി മെയിൻറ്റെയിൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ആ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് റേഡിയേഷൻസ് വരുന്നു, അത് അബ്സോർബ് ചെയ്യും. ഓരോ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 96% റേഡിയേഷൻസിനെ അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് റിഫ്ലക്ഷൻ ചെയ്യും. എന്നിട്ട് അപ്പോൾ ഓരോ റിഫ്ലക്ഷൻ്റെ കേസിലും അവിടെ 96% റേഡിയേഷൻസിനെ അത് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഏതിനെയാണ്, ക്യാവിറ്റി മെയിൻറ്റെയിൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 39. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 39? The Wein's displacement law express the relation between അല്ലേ. Wein's displacement law explains the relation between എന്താണ്, നമുക്കറിയാം വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ? ലാംഡ എം പ്രപ്പോർഷണൽ ടു 1/t അല്ലെങ്കിൽ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ എന്താണ്, വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു മാക്സിമം എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാംഡ എം എന്ന് പറയാം. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടിയും അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സിലിണ്ട്രിക്കൽ റോഡ് ഹാവിംഗ് ടെമ്പറേച്ചർ T1 and T2 at its end. The rate of flow of heat Q1 calorie per second. If all the linear dimensions are doubled keeping temperature constant, then rate of flow of heat Q2 will be ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം റേറ്റ് ഓഫ് ഹീറ്റ് കാണാം, dQ/dt. നമ്മൾ പഠിച്ചിട്ടുണ്ട് dQ/dt ഈക്വൽ ടു KA ഇൻറ്റു T1 മൈനസ് T2/L. നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് അല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് ആദ്യത്തെ കേസിൽ Q1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, dQ/dt ഈക്വൽ ടു KA1 T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L1. ഇതിൻ്റെ വാല്യൂ എന്താണ്, Q1 ആണെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മോട് പറയാണ് അതിൻ്റെ ലീനിയർ ഡയമെൻഷൻസ് ഡബിൾ ചെയ്യുന്നു.
അതായത് ഇതിൻ്റെ ഏരിയയിൽ മാറ്റം വരുത്തുന്നു, ലെങ്ത്തിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ ഇതിൻ്റെ Q2 എന്തായിരിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏരിയ A1 പ്രൊപ്പോർഷണൽ ടു R1² എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഏരിയ എന്നത് റേഡിയസിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ. അപ്പോൾ നമുക്ക് A2 ആകുമ്പോൾ ഈ റേഡിയസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു. റേഡിയസിന് ഡബിൾ ചെയ്യുമ്പോൾ R1 എന്നത് 2R1 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം A2 പ്രൊപ്പോർഷണൽ ടു 4R1². അതായത് A2 പ്രൊപ്പോർഷണൽ ടു 4 ഇൻറ്റു A1 എന്ന് കിട്ടും അല്ലേ. ഏരിയ റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. റേഡിയസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലീനിയർ ഡയമെൻഷന് ഡബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റേഡിയസിന് ഡബിൾ ചെയ്തപ്പോൾ 2R എന്നായി. അപ്പോൾ 4R1². അപ്പോൾ R1² എന്ന് പറഞ്ഞാൽ A1. അപ്പോൾ A2 എന്ന് പറഞ്ഞാൽ 4A1 ഈക്വലാണ്. അതേപോലെ തന്നെ ലെങ്ത്ത് L2 എന്നത് 2L1 അല്ലേ. ലെങ്ത്തിനെ നമ്മൾ ഡബിൾ ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിച്ചത് Q2 എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എഴുതാം Q2 ഈക്വൽ ടു KA2 ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L2. K ഇൻറ്റു A2 എന്ന് പറഞ്ഞാൽ 4A1 ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L2 എന്ന് പറഞ്ഞാൽ 2L1. ഈ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ 2 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു KA1 ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L1 ഈക്വൽ ടു അല്ലേ. KA1 T1 മൈനസ് T2 ബൈ L1 എന്ന് പറഞ്ഞാൽ Q1 ആണ്. സോ ഈക്വൽ ടു Q1. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, എന്ത്, Q2 ഈക്വൽ ടു 2Q1. അപ്പോൾ ആദ്യ ഇക്വേഷൻ എഴുതി, അതിന് ഏരിയക്കും ലെങ്ത്തിനും 1 എന്ന് കൊടുത്തിട്ട് Q1 കിട്ടി. പിന്നെ ഏരിയയും റേഡിയസും തമ്മിലുള്ള റിലേഷൻ എഴുതി. റേഡിയസിനെ ഡബിൾ ചെയ്തപ്പോൾ അതിൻ്റെ ഏരിയ എന്തായി, 4 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ A2 എന്ന് പറഞ്ഞാൽ 4A1 ആണ്. ലെങ്ത്തിന് ഡബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ന്യൂ ലെങ്ത്ത് L2 ഈക്വൽ ടു 2L1 ആണ്. അപ്പോൾ Q2വിൻ്റെ ഇക്വേഷൻ എഴുതി, അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതായത് Q2 ഈക്വൽ ടു 2Q1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പ്രധാനമായിട്ട് 3 ഇക്വേഷൻസാണ് ഉപയോഗിച്ചത്. ഒന്ന് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, മറ്റൊന്ന് സ്റ്റീഫൻ ബോൾസ്മാൻ ഇക്വേഷൻ, മറ്റൊന്ന് നമ്മൾ ഈ റേറ്റ് ഓഫ് ഹീറ്റ് കാണാനുള്ള ഈ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യണം, നല്ല വായിച്ച് എഴുതി പഠിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. Okay, so today we can conclude our class. Okay, thank you.